ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ +2 ഇന്റഗ്രേഷന്റെ പാർട്ട് 2 ആണ് എടുക്കുന്നത്. ഇന്റഗ്രേഷൻ 1ന്റെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. അതിലെ എല്ലാ ഫോർമുലാസും നിങ്ങൾ ബൈഹാർട്ട് ആക്കിയിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഉടൻ തന്നെ ആ ഫോർമുല എല്ലാം ബൈഹാർട്ട് പഠിക്കണം. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷന്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. വീഡിയോ നോക്കി എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് ഞാൻ പറയാം. ആദ്യം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ വീഡിയോയിലുള്ള പ്രോബ്ലത്തിന്റെ നോട്ട് തയ്യാറാക്കുക. രണ്ടാമത് ഒന്നുകൂടെ വീഡിയോ കാണുക, നോട്ട്സും കൂടുതൽ നോക്കണം. അതിനുശേഷം NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ചെയ്ത പ്രോബ്ലം എല്ലാം മാർക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോയിലെ പ്രോബ്ലം വീഡിയോ ഇല്ലാതെ ചെയ്തു നോക്കുക. അടുത്ത ദിവസം ഈ പ്രോബ്ലം എല്ലാം ഒരു പ്രാവശ്യം വീഡിയോ ഇല്ലാതെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം നോക്കി ചെയ്യുക. രണ്ടാമത് ഇതുപോലെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിരിക്കുന്നതും എക്സസൈസിലെയും പ്രോബ്ലം സ്വന്തമായി ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ചെയ്തിട്ടിരിക്കുന്നതും എക്സസൈസിലെയും എല്ലാ പ്രോബ്ലവും ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെയാണ് നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടത്. ഈ ഇന്റഗ്രേഷനിൽ ഒട്ടനവധി ഫോർമുലാസ് ഉണ്ടാകും. ഓരോ ദിവസം എടുക്കുന്ന ഫോർമുല അന്ന് തന്നെ ബൈഹാർട്ട് പഠിക്കണം. ഇന്റഗ്രേഷൻ 2 for +2 students. Method of integration. First one, integration by substitution. Integration of the form integral ax plus b dx. ഇവിടെ നമ്മൾ ഈ ax plus b t ആയിട്ട് എടുക്കുക. t equal to ax plus b. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dt by dx equal to a എന്ന് കിട്ടും. That is a dx equal to dt or dx equal to dt by a. അപ്പോൾ ഇന്റഗ്രൽ ax plus b dx equal to ax plus b a നമ്മൾ t എന്നെടുത്തു. ഇന്റഗ്രൽ dx ന് dt by a എന്നെടുത്തു. അപ്പൊ ഇതിന്റെ അന്ന് 1/a പുറത്തു വന്നു, 1/a പുറത്തു വന്നു. ഇന്റഗ്രൽ t dt അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ t²/2 പ്ലസ് ഈ ടിക്ക് ax plus b എന്ന് കൊടുക്കുക. ഇതാണ് ഒരു മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത് മെത്തേഡ് ഇപ്പം ബി, ഇന്റഗ്രൽ f of x whole to the power of n f dash x dx എന്ന ഫോമിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് f of x ആണ്. ഈ f of x നെ നമ്മൾ t ആയിട്ട് എടുക്കുക. t equal to f of x. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dt by dx equal to f dash x എന്ന് കിട്ടും. dt equal to f dash x dx. അപ്പോൾ ഈ f dash x dt ക്ക് പകരം f dash x dx ന് പകരം f dash x dx ന് പകരം dt എന്ന് കിട്ടും. ഈ fx ന് പകരം t എന്ന് എടുക്കും. അപ്പൊ fx പവർ n ന് ഇന്റഗ്രൽ t പവർ n dt ആവും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t പവർ n plus 1 divided by n plus 1 plus c. ടിക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ പറയുകയാണ്. അടുത്തത് ഇന്റഗ്രൽ f dash x divided by fx dx എന്ന ഫോമിലാണ്. അപ്പോൾ നമ്മൾ ഈ താഴെയുള്ള ഇതിനെ t ആയിട്ട് എടുക്കുക. t equal to fx എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ dt by dx നെ f dash x എന്ന് കിട്ടും. അപ്പോൾ f dash x ഇതാ f dash x ഈ മുകളിലുള്ള f dash x dx equal to dt എന്ന് കിട്ടും. f dash x dx equal to dt എന്നായി. താഴെയുള്ള 1/t ഈ fx ന് t എന്നാവും. അപ്പോൾ ഇന്റഗ്രൽ 1/t dt that is equal to log mod t plus c എന്നാവും. അപ്പോൾ tക്ക് പകരം നമ്മൾ പിന്നെ ഈ fx ഇട്ടാൽ. then അടുത്തത് t equal to ഇന്റഗ്രൽ f of x to the power of n into x to the power of n minus 1 dx. അപ്പോൾ നമ്മൾ ഈ x പവർ n t equal to x പവർ n എന്ന് എടുക്കുക. dt by dx equal to n x to the power of n minus 1. അങ്ങനെയാണെങ്കിൽ x to the power of n minus 1 dx, x to the power of n minus 1 dx എന്ന് പറയുന്നത് dt by n ആയി. അപ്പോൾ ഈ
എക്സ് പവർ ഓഫ് n മൈനസ് 1 ഡി എക്സിന് പകരം ഡി ടി ഡിവൈഡഡ് ബൈ n എന്ന് എഴുതുക, എഫ് ഓഫ് എക്സ് പവർ എന്ന് എഫ് ഓഫ് ടി എഴുതുക. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അടുത്തത് ഒരു മെത്തേഡും കൂടി ഉള്ളൂ. ഇന്റഗ്രൽ ക്യാപിറ്റൽ എഫ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എഫ് എക്സ് എഫ് ഡാഷ് എക്സ് ഡി എക്സ്. അപ്പൊ നമ്മൾ ഇതിനെ ടി ആയിട്ട് എടുക്കുക, ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇതിനെ ലെഫ്റ്റ് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടി കിട്ടും, അല്ലെങ്കിൽ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ്. അപ്പൊ ഡി ടി ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ഡി എക്സ് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ എഫ് എക്സ് ടി എന്നാണ് എടുത്തിരിക്കുന്നത്. ആ ടി ഇവിടെയുണ്ട്, ഈ എഫ് ഇവിടെയുണ്ട്, എഫ് ഡാഷ് എക്സ് ഡി എക്സിന് പകരം ഡി ടിന്. അപ്പൊ ഇതിനൊക്കെ ഇവിടെയൊക്കെ വേരിയബിൾ മാറ്റുകയാണ്. ഇതാണ് മെത്തേഡുകൾ. നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. എക്സാമ്പിൾ 1. ഫൈൻഡ് 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ ഈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ നമ്മൾ ടി ആയിട്ട് എടുക്കുക, ടി ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, ഡി ടി ബൈ എക്സ് എന്നാവും. 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ആവും. ഇതിന്റെ അന്ന് ക്രോസ് മൾട്ടി ചെയ്യുമ്പോൾ 2x dx ഈക്വൽ ടു ഡി ടി. അപ്പൊ 2x dx ഇതാ ഇന്റഗ്രൽ. ഈ 2x dxന് പകരം ഡി ടി എഴുതി, 1 ബൈ എക്സ് സ്ക്വയറിന് പകരം 1 ബൈ എക്സ് സ്ക്വയറിന് പകരം താഴെ ടി എഴുതി. അപ്പം ഇതെന്തായി? ഇന്റഗ്രൽ ഡി ടി ബൈ ടി എന്നായി. ഡി ടി ബൈ ടി എന്നായി. ഡി ടി ഇന്റഗ്രൽ ഡി ടി ബൈ ടി 1 ബൈ ടി ഡി ടി ആണ്. 1 ബൈ ടിയുടെ ഇന്റഗ്രൽ ലോഗ് ടി ആണ്, ലോഗ് ടി പ്ലസ് സി. ഇനി ടി എന്താ? ലോഗ് ഓഫ് ഈ ടി എന്താ? 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ പിന്നെ ടിയെ 1 പ്ലസ് എക്സ് സ്ക്വയർ ആക്കി. അപ്പൊ ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് സി. ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് പോലെ ഇരിക്കും. വേറെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലാണ് ഇവിടെ കാര്യം ഇരിക്കുന്നത്. ഇതാ എക്സാമ്പിൾ 2. ഫൈൻഡ് ഇന്റഗ്രൽ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് ഡി എക്സ്. അപ്പൊ നമ്മള് ടി ഈക്വൽ ടു ലോഗ് എക്സ് എടുത്തു. അപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ്. അങ്ങനെയാണെങ്കിൽ 1 ബൈ എക്സ് ഡി എക്സ് ഇതാണ്ട 1 ബൈ എക്സ് ഡി എക്സ് 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി ആയി. അപ്പൊ ഇതിനെ നമ്മൾ ഈ 1 ബൈ എക്സ് ഡി എക്സ് 1 ബൈ എക്സ് ഡി എക്സിന് പകരം ഡി ടി എഴുതി, ലോഗ് എക്സ് എന്ന് പറയുന്ന ഈ ലോഗ് എക്സ് എന്ന് പറയുന്ന ടി ആണ്. അപ്പം ലോഗ് എക്സ് സ്ക്വയർ ടി സ്ക്വയർ ആയി, ടി സ്ക്വയർ ഡി ടി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇത് ഇവിടെ വിത്ത് റെസ്പെക്ട് ടി ആണ്, വിത്ത് റെസ്പെക്ട് ടി കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ ഇതുണ്ട്, ടി വിത്ത് റെസ്പെക്ട് ടി ആണ്, ടി ക്യൂ ബൈ 3 പ്ലസ് സി. ഇനി ഇവിടെ ടി മാറ്റുക. ടി എന്ന് പറയുന്ന വേരിയബിൾ ലോഗ് എക്സ് ആണ്. ഈ ടിക്ക് പകരം ലോഗ് എക്സ് കൊടുക്കുക. അപ്പൊ ലോഗ് എക്സ് ഓൾ ക്യൂ ഡിവൈഡ് ബൈ 3 പ്ലസ് സി. വളരെ സിമ്പിൾ ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. നെക്സ്റ്റ് പ്രോബ്ലം എക്സാമ്പിൾ 3. ഫൈൻഡ് ഇന്റഗ്രൽ 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഡി എക്സ്. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഈ എക്സ് പ്ലസ് ലോഗ് എക്സിന്റെ അകത്ത് താഴെയുള്ള എക്സ് പ്ലസ് ലോഗ് എക്സ് നിന്ന് എക്സ് പുറത്തെടുക്കുക. അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ പിന്നെ 1 പ്ലസ് ലോഗ് എക്സ് എന്നാണ്. ഇനി നമ്മൾ ഇതിനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഈ 1 പ്ലസ് ലോഗ് എക്സ് ഈക്വൽ ടു ടി, ടി അല്ലെങ്കിൽ യു എന്ന് വേണമെങ്കിലും എടുക്കാം. യു ഈക്വൽ ടു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് എടുക്കുക. അപ്പൊ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സ് 1ന്റെ ഡെറിവേറ്റീവ് 0, ലോഗ് എക്സിന്റെ 1 ബൈ എക്സ് വിത്ത് റെസ്പെക്ട് ടു യു എക്സ് കൊണ്ടാണ്. അപ്പൊ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ്. അങ്ങനെയാണെങ്കിൽ 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് ഡി എക്സ് ഇതെന്താ? ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇതാ 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്നായി. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി. ഈ എക്സ് ആദ്യം ഇതിന്റെ 1 ഡി എക്സ് ബൈ എക്സിന് പകരം ഡി യു എഴുതി. ഇതാ ഈ ഡി യു എഴുതി. പിന്നെ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സിന് പകരം 1 ഡിവൈഡ് ബൈ 1 പ്ലസ് ലോഗ് എക്സിന് പകരം യു എഴുതി. അപ്പൊ ഇന്റഗ്രൽ ഡി യു ബൈ യു എന്നായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് യു പ്ലസ് സി. ദെൻ ലോഗ് യു ഈക്വൽ ടു 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മൾ ഇവിടെ ഇന്റഗ്രേറ്റ്. ഇവിടെ എക്സ് പുറത്തെടുത്തിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ഒന്നും കൂടെ നിങ്ങൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നതിൽ ശ്രദ്ധിച്ചോളുക. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് ഞാൻ ഒന്നും കൂടെ ഇത് പറയാം. നിങ്ങൾക്ക് ഇതൊന്നും കൂടെ ഞാൻ പറയാം. വേണ്ട, ഇതിനെ നമ്മൾ എക്സ് പുറത്തെടുത്തിട്ട് ഇങ്ങനെ എഴുതി.
എന്നിട്ട് ഇതിനെ യു ആയിട്ടെടുത്തു, ഇതിനെ യു ആയിട്ടെടുത്തു, അതിനെ യു ആയിട്ടെടുത്തു. അപ്പൊ ഒരു താഴെ ഒരു യു കിട്ടി, കണ്ട ഈ യു കിട്ടി, ഈ യു കിട്ടി. പിന്നെ ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ്, ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് ആണ്, ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ് കണ്ട, ഇതാണ് ഡി എക്സ് ഡിവൈഡ് ബൈ എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി യു എന്ന് കിട്ടി. അപ്പൊ ഇന്റഗ്രൽ ഡി യു ബൈ യു എന്നായി. അതാണ് ഇതിന്റെ മെത്തേഡ്. അപ്പൊ ഇന്റഗ്രൽ ഡി യു ബൈ ഡി എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് യു കൊണ്ടാണ്, ഡി യു ബൈ യു, യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ടാണ്, ഇവിടെ വിത്ത് റെസ്പെക്ട് യു കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ഡി യു എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു യു കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ 1/u ലോഗ് യു പ്ലസ് സി. ഓക്കെ, അപ്പൊ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ എക്സാമ്പിൾ നമ്പർ 4 ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഇതാ എക്സാമ്പിൾ, ഫൈൻഡ് ഇന്റഗ്രൽ സൈൻ എക്സ് സൈൻ കോസ് എക്സ് സൈൻ ഓഫ് കോസ് എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഇതിനെ ടി ആയിട്ട് എടുക്കും, ഇതിനെയാണ് ടി ആയിട്ട് എടുക്കും. ടി ഈക്വൽ ടു കോസ് എക്സ്. അപ്പം ഡി ടി ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി ടി ബൈ ഡി എക്സ് എന്താ, മൈനസ് സൈൻ എക്സ്. അപ്പൊ ഡി ടി ഈക്വൽ ടു ഡി ടി ബൈ ഡി എക്സ് എന്നാണ് പറയാ, ഡി ടി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അപ്പൊ ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ്. അപ്പൊ ഇനി നമ്മൾ ഇങ്ങനെയാണ് എഴുതുക പെട്ടെന്ന്. ടി ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ ഡി ടി ഈക്വൽ ടു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡി എക്സ്. അപ്പൊ ഇതിന് രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഡി ടി ഈക്വൽ ടു സൈൻ എക്സ് ഡി എക്സ് ഉണ്ടാവും. ഈ സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി ടി എഴുതി, സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി ടി എഴുതി. പിന്നെ ഈ സൈൻ ഓഫ് ഈ സൈൻ ആണ്, ഈ സൈൻ ആണ് ഈ സൈൻ എഴുതിയിരിക്കുന്നത്. സൈനിന്റെ ബ്രാക്കറ്റിലുള്ള കോസെക്സിന് പകരം ടി ആണ്. അപ്പം ഇന്റഗ്രൽ സൈൻ ഓഫ് കോസെക്സിന് പകരം ടി ഇൻറ്റു സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി ടി എഴുതി. ഇനി ഈ മൈനസ് പുറത്തേക്ക് വന്നു. അപ്പൊ ഇന്റഗ്രൽ സൈൻ ടി ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടി കണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ മൈനസ് ഇവിടെ വന്നു. സൈൻ ടിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ടി പ്ലസ് സി, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി. പിന്നെ കോസ് ടി, അപ്പം പിന്നെ ഉള്ളത് എന്താ, കോസ് ടി ആണ്. കോസ് ടി ഇത് കോസ് ടി എന്നായി, കോസ് ടി പ്ലസ് സി ആണ്. കോസ് ടിക്ക് പകരം നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ, കോസെക്സ് ആണ്. ടിക്ക് പകരം നമ്മൾ കോസെക്സ് ആണ് എടുത്തിരിക്കുന്നത്. ടിക്ക് പകരം കോസെക്സ് ആണ് എടുത്തത്. അപ്പൊ കോസെക്സ് പ്ലസ് സി. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നമ്പർ 5. കുട്ടികളെ വളരെ ശ്രദ്ധിച്ച് നോക്കണം. ഇത് കണ്ടോ, ഫൈൻഡ് ഇന്റഗ്രൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2dx. അപ്പൊ ഇങ്ങനെ റൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ റൂട്ടിന് ഉള്ളിലുള്ളതിനെ ടി സ്ക്വയർ ആയിട്ട് എടുക്കണം. അങ്ങനെയാണ് ഇവിടെ റൂട്ട് വന്നപ്പോൾ റൂട്ട് ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ഈ എക്സ് പ്ലസ് 2വിനെ ടി സ്ക്വയറിന് എടുത്തു. അപ്പൊ റൂട്ട് എക്സ് പ്ലസ് 2 എന്തായി, ടി ആവും. അപ്പൊ റൂട്ട് എക്സ് പ്ലസ് 2 ഈക്വൽ ടു ടി സ്ക്വയർ. ഇനി ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ടാണ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇടത് സൈഡിൽ ഡി എക്സ് ബൈ ഡി ടി കിട്ടും, വലത് സൈഡിൽ ഇതിന് 0, എക്സിന്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി, ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t. അപ്പൊ ഡി എക്സ് ഈക്വൽ ടു 2t, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി എക്സ് ഈക്വൽ ടു 2t ഡി ടി. അതാണ് ഡി എക്സ് ഈക്വൽ ടു 2t ഡി ടി. അപ്പൊ ഇതിനകത്ത് എക്സ് എന്താവും, എക്സ് പ്ലസ് 2 ഈക്വൽ ടു ടി സ്ക്വയർ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 2 ആണ്. അതാണ് ഈ എക്സിന് പകരം ടി സ്ക്വയർ മൈനസ് 2 എഴുതുക. ഇനി റൂട്ട് എക്സ് പ്ലസ് 2 ഈക്വൽ ടു ടി സ്ക്വയർ ആണ്. അപ്പൊ റൂട്ട് എക്സ് പ്ലസ് 2 ഈക്വൽ ടു റൂട്ട് എക്സ് ടി സ്ക്വയറിന്റെ റൂട്ട്, അപ്പൊ ടി എന്ന് എഴുതി. ഇനി ഇതിനെ ഈ ടി പുറത്തേക്ക് വന്നു. ടി സ്ക്വയറിന് കണ്ട, ഈ ടി സ്ക്വയറും പുറത്ത് രണ്ട് ടി സ്ക്വയർ ഉണ്ട്. ടി സ്ക്വയർ ഇൻറ്റു ടി റേസ് ടു 4 മൈനസ് 2 ഇൻറ്റു ടി സ്ക്വയർ 2t റേസ് സ്ക്വയർ ഡി ടി. അപ്പൊ 2 പുറത്ത് വന്നു. ഇനി ടി റേസ് ടു 4നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ടി റേസ് ടു 5/5 മൈനസ് 2, ടി സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ടി ക്യൂ ബൈ 3 പ്ലസ് സി. ഇനി ഈ ടിയുടെ വാല്യൂ എന്താ, ടിയുടെ വാല്യൂ എക്സ് പ്ലസ് 2 ഈക്വൽ ടു ടി സ്ക്വയർ ആണ്. അപ്പം ടി ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 2, ടി ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് 2 എന്ന് എഴുതുക. ഈ ടിക്ക് പോലും നമ്മൾ റൂട്ട് എക്സ് പ്ലസ് 2 എന്ന് എഴുതുക. ഓക്കെ, പ്ലസ് സി. ഇതാണ്. എക്സാമ്പിൾ 6. ഫൈൻഡ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് റൂട്ട് എക്സ് ഡി എക്സ്. That is 1 divided by x minus root x dx.
അപ്പൊ ഇതിന്റെ അകത്ത് ഈ എക്സ് മൈനസ് റൂട്ട് എക്സിന്റെ അകത്ത് റൂട്ട് എക്സ് പുറത്തെടുക്കുക. അപ്പൊ നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് വൺ എന്ന് കിട്ടും. അപ്പൊ ഈ റൂട്ട് എക്സ് മൈനസ് വണ്ണിനെ യു ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ ടി ആയിട്ട് എടുക്കുക. യു ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. വണ്ണിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പൊ ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. ഇതിന്റെ അകത്ത് നമ്മൾ 1/2 1/√x dx ഈക്വൽ ടു 2 du എന്ന് കിട്ടും. 1/√x dx ഈക്വൽ ടു 2 du എന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റി. ഇനി dx dx ഡിവൈഡഡ് ബൈ ഇതാണ് dx ഡിവൈഡ് ബൈ റൂട്ട് എക്സ്. അതിന് പകരം നമ്മൾ എന്ത് എഴുതും? 2 du എന്ന് എഴുതും. 2 du എന്ന് എഴുതും. then 1/√x മൈനസ് വണ്ണിനെ റൂട്ട് എക്സ് മൈനസ് വൺ ഇതാണ് റൂട്ട് എക്സ് മൈനസ് വൺ. റൂട്ട് എക്സ് മൈനസ് വണ്ണിനെ പോലെ നമ്മൾ യു ആണ് എടുത്തിരിക്കുന്നത്, താഴെയുള്ള റൂട്ട് എക്സ് മൈനസ്. അപ്പൊ 1/u ഇൻറ്റു 2 du. അപ്പൊ 2 പുറത്തേക്ക് വന്നു. പിന്നെ 1/uവിനെ വിത്ത് റെസ്പെക്ട് ടു യു കൊണ്ട് ഡി യു എന്നാണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് യു കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലോഗ് യു പ്ലസ് സി. ഇനി യുവിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. യുവിന്റെ വാല്യൂ എന്താ? റൂട്ട് എക്സ് മൈനസ് വൺ. യുവിന്റെ വാല്യൂ റൂട്ട് എക്സ് മൈനസ് വൺ പ്ലസ് സി. അപ്പൊ നമ്മൾ യു ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് വൺ എന്ന് എടുക്കാം, അല്ലെങ്കിൽ ടി ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് വൺ എന്ന് എടുക്കാം. അപ്പൊ സെഡ് ഈക്വൽ ടു റൂട്ട് എക്സ് മൈനസ് വൺ എന്ന് ഇതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അവസാനം ഫൈനൽ ആൻസർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എക്സിൽ വരും. വിത്ത് റെസ്പെക്ട് എക്സിൽ വരും. വിത്ത് റെസ്പെക്ട് ഇവിടെ യു കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, ടി ആകുമ്പോൾ ടി കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 7. എക്സാമ്പിൾ 7. ഫൈൻഡ് e power 2x minus 1 divided by e power 2x plus 1 dx. ഒരു ടിപ്പിക്കൽ പ്രോബ്ലം ആണ്. ഇതുപോലത്തെ കുറേ പ്രോബ്ലം നിങ്ങൾ NCERT ടെക്സ്റ്റിൽ ഉണ്ടാവും. അതൊരു വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലമാണിത് ആ ടെക്സ്റ്റിലുള്ളതിൽ. അപ്പൊ ഇതിനെ നമ്മൾ ഇതിനെ മുകളിലും താഴെയും ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ഇ പവർ എക്സ്. അപ്പൊ ഇതിനെ മുകളിൽ ഇതിനെ ഇ പവർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിലും താഴെയും ഇ പവർ എക്സിനെ കൊണ്ട് ഡിവൈഡ് ഇ പവർ 2x ഡിവൈഡ് ബൈ ഇ പവർ എക്സ് ആണ്. ഇനി ഈ വണ്ണിനെ നമ്മൾ ഇ പവർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 ഡിവൈഡ് ബൈ ഇ പവർ എക്സ് എന്താ? ഇ പവർ മൈനസ് എക്സ് ആണ്. ഇനി ഈ ഇ പവർ 2xനെയും ഇ പവർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇ പവർ എക്സ് കിട്ടി. ഇനി ഈ വണ്ണിനെയും ഇ പവർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഇ പവർ മൈനസ് എക്സ് കിട്ടി. അപ്പൊ ഇങ്ങനെയായി. ഇനി ഇതിന്റെ ഈ താഴെയുള്ളതിനെ നമ്മൾ ടി ആയിട്ട് എടുക്കുക. ഇതിനെ ടി ആയിട്ട് എടുക്കുക. ഈ താഴെയുള്ളതിനെ ടി ഈക്വൽ ടു ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സ്. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ടിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ടി ബൈ ഡി എക്സ് കിട്ടും. ഇ പവർ എക്സിന്റെ ഡിഫറൻഷ്യൽ ഇ പവർ എക്സ് തന്നെ പ്ലസ് ഇ പവർ മൈനസ് എക്സിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഇ പവർ മൈനസ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ പവർ മൈനസ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ പവർ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഇ പവർ മൈനസ് എക്സ് ഇൻറ്റു മൈനസ് വൺ ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇ പവർ എക്സിന്റെ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ പവർ എക്സിന്റെ ഡിഫറൻഷ്യൽ ഇ പവർ എക്സ് തന്നെയാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ പവർ 2x ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഇ പവർ 2x എഴുതുക, അത് കഴിഞ്ഞ് ഇൻറ്റു ഈ 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ 2 കിട്ടും. ഇ പവർ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ പവർ 3x ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കിട്ടുന്ന ഇ പവർ 3xന്റെ ഇ പവർ 3x തന്നെ എഴുതുക ഇൻറ്റു 3xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻറ്റു 3. അതുപോലെയാണ് ഈ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ പവർ മൈനസ് എക്സിനെ ഇ പവർ എക്സിന്റെ ഇ പവർ എക്സ് തന്നെയാണ്. ഇ പവർ മൈനസ് എക്സിന്റെ ഇ പവർ മൈനസ് എക്സ് ഇൻറ്റു ഈ മൈനസ് കൊണ്ട് എഴുതാം. മാറിപ്പോരുതേ. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ പവർ എ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പവർ എ എക്സ് ഇൻറ്റു എ ആണ്. അത് നിങ്ങൾ മറന്നു പോരുത്. അപ്പൊ ഇവിടെ ടി ഈക്വൽ ടു ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സിനെ ഇ പവർ എക്സിന്റെ ഡെറിവേറ്റീവ് ഇ പവർ എക്സ് തന്നെ ഇ പവർ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് ഇ പവർ എക്സ് ആണ്. മൈനസ് 1 ഉണ്ട്, മൈനസ് ഇ പവർ എക്സ് ആണ്. അപ്പൊ ഡി ടി ഈക്വൽ ടു ഇ പവർ എക്സ് മൈനസ് ഇ പവർ എക്സ് ഇൻറ്റു ഇ ഡി എക്സ് ഡി എക്സ്. അപ്പൊ ഇതിങ്ങനെ അപ്പൊ ഈ ന്യൂമറേറ്റർ ഇതിന്റെ ന്യൂമറേറ്റർ ഇതിന്റെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഈ ന്യൂമറേറ്റർ എന്തായി മാറി?
ഡി ടി ആയി മാറി. ഡി ടി ആയി മാറി. ഡിനോമിനേറ്റർ എന്താണ്? ടി ആയി മാറി. അതാണ് ടി ആയി മാറി. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രൽ 1/t dt ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് മോഡ് ടി പ്ലസ് സി. ടി എന്ന് പറഞ്ഞാൽ എന്താ? ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സ് നോം ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സ് പ്ലസ് സി. ഇതാ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഒന്ന് പറയുന്നത്, നിങ്ങൾ ഇത് നമ്മളിവിടെ പ്രോബ്ലം ചെയ്തിട്ടില്ല, എന്നാലും ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോണം. ഞാൻ ഓക്കെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 2x എന്ന് പറയുന്നത് സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ്. അപ്പൊ സൈൻ 2xന്റെ കോസ് 2x സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ്. അങ്ങനെ സൈൻ 2xന്റെ കോസ് 2x ഇൻറ്റു ഈ 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ 2 ആണ്. അത് മറന്നു പോരുത് നിങ്ങൾ. വേറെ ഉദാഹരണം, ഡി ബൈ ഡി എക്സ് ഓഫ് ഇ പവർ എക്സ്. ഇ പവർ എക്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ പവർ മൈനസ് 4x. ഇ പവർ മൈനസ് 4x എന്ന് പറയുന്നത് ഇ പവർ മൈനസ് 4x അവിടെ എഴുതുക, മൈനസ് 4x എഴുതുക. കാരണം ഇ പവർ എക്സിന് ഇ പവർ എക്സ് തന്നെ. അപ്പൊ ഇ പവർ മൈനസ് 4xന്റെ ഇ പവർ മൈനസ് 4x എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈ മൈനസ് 4xനെ ഇൻറ്റു മൈനസ് 4xനെ ഡെറിവേറ്റീവ് എഴുതണം. ദാറ്റ് ഈസ് മൈനസ് 4. ഈ ഫോർമുല നിങ്ങൾ ഡിഫറൻസിയേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്, ഓർമ്മ വേണം. ഓക്കെ, then example 8, find 2 cos x minus 3 sin x divided by 6 cos x plus 4 sin x dx. അപ്പോൾ ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ ഈ 6 cos x plus 4 sin x 2 പുറത്തെടുത്തു. 2 പുറത്തെടുത്തു. പിന്നെ ഇതിന്റെ അകത്ത് ബ്രാക്കറ്റുള്ളത് 3 cos x plus 2 sin x ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ടി ആയിട്ട് എടുക്കുക, ഇതിനെ ടി ആയിട്ട് എടുക്കുക. കണ്ടോ, ടി ഈക്വൽ ടു 3 cos x plus 2 sin x. അങ്ങനെ ഞങ്ങൾ ഡി ടി ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി ടി ഈക്വൽ ഡി ടി ബൈ ഡി എക്സ് എന്തായിരിക്കും? ഡി ടി ബൈ ഡി എക്സ് ഇതായിരിക്കും. അല്ലെങ്കിൽ ഡി ടി ഈക്വൽ ടു ദിസ് ഇൻറ്റു ഡി എക്സ് ആണ്. ഡി ടി ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ ഇതിനെ 3 cos എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 3 sin x, 2 sin എക്സിന്റെ ഡെറിവേറ്റീവ് പ്ലസ് 2 cos എക്സ്, അപ്പൊ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞത്. അപ്പം ഇതിന് പകരം ഇതാ ഈ മുകളിൽ എഴുതിയതിന് പകരം ഇതുണ്ടോ ഡി ടി. അപ്പോൾ ഇത് 2 cos x ഉണ്ടോ, ഈ 2 cos x അതാണ് ഈ 2 cos x. ഇതുണ്ടോ മൈനസ് 3 sin x, അതാണ് മൈനസ് 3 sin x ഇൻറ്റു ഡി എക്സ്. അപ്പം ഇത് എന്തായി മാറി? ഡി ടി ആയി മാറി. പിന്നെ ഈ 2 ഇവിടെ എഴുതി, ഇതിനെയാണ് നമ്മൾ ടി എന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഇന്റഗ്രൽ എന്തായി? ഇന്റഗ്രൽ ഡി ടി ബൈ 2t ആയി. 1/2 പുറത്തെടുത്തു. 1/t ഡി ടിയുടെ ഇന്റഗ്രല് ലോഗ് മോഡ് ടി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് ടി ഈക്വൽ ടു, ടിനെ നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്, ടി ഈക്വൽ ടു 3 cos x പ്ലസ് 2 sin x പ്ലസ് സി. ഇതാണ്. ഓക്കെ, ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. Then this is a typical problem. Example number 9. Find 1 divided by 1 minus tan x dx. That is 1 divided by 1 minus tan x dx. ഈ tan x ന് പകരം sin x by cos x എന്ന് എഴുതുക. എന്നിട്ട് മുകളിലും താഴെയും cos x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിൽ cos x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതായി. താഴെ cos x നെ 1നെ cos x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, cos x ആയി. ഇതിനെ cos x കൊണ്ട് മൾട്ടിപ്ലൈ, താഴത്തെ മുകളിലത്തെ cos x പോയി. അപ്പൊ ഇങ്ങനെ കിട്ടി. അപ്പൊ മുകളിൽ cos x ആണുള്ളത്. ഇനി നമ്മൾ ചെറിയ പണി ചെയ്യുവാണ്. മുകളിൽ ഒരു cos x കൂടി എഴുതുന്നു. അപ്പം ഒരു cos x അത് എഴുതി. അപ്പൊ 2 cos x ആയി. അപ്പൊ 2 cos x നെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ cos x കിട്ടി. ഇനി മൈനസ് sin x ഉം പ്ലസ് sin x കൂടെ പോയി. അപ്പൊ നമ്മൾ ഈ cos x നെ നമ്മൾ എങ്ങനെ എഴുതി? 1/2 cos x മൈനസ് sin x പ്ലസ് cos x പ്ലസ് sin x എന്ന് എഴുതി. അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ cos x മൈനസ് sin x ആവുക, cos x മൈനസ് sin x ആവുക.
അപ്പൊ മുകളിൽ ഒരു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് വേണം. ഇനി ഇതിനെ ഈ 1/2 ഇതുപോലെ ഇങ്ങോട്ട് വന്നു. ഈ കോസ് എക്സ് മൈനസ് സൈൻ എക്സിനെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇവിടെ 1 കിട്ടി. പിന്നെ ഈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സിനെ കോസ് എക്സ് പ്ലസ് സൈൻ എക്സിനെ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴാണ് അപ്പം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താ 1/2 ഡി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ ഡിനോമിനേറ്റർ ഉള്ളത് കോസ് എക്സ് മൈനസ് സൈൻ എക്സിനെ ടി ആയിട്ട് എടുത്തു. ടി ഈക്വൽ ടു കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അപ്പൊ അതിന് ഡി ടി ബൈ ഡി എക്സ് എന്തായിരിക്കും? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, മൈനസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ്. അപ്പൊ ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സ് എന്ന്. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഡി ടി ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്നായി. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സ് ആയി. അപ്പം ഈ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് ഡി ടി എന്ന് എഴുതാൻ പറ്റും. ഇനി താഴെയുള്ള കോസ് എക്സ് മൈനസ് സൈൻ എക്സിന് പകരമാണ് ടി. അപ്പം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പം ഈ 1/2 ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് ലോഗ് ടി കിട്ടും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് ലോഗ് ടി കിട്ടും. മൈനസ് ഓഫ് ഈ മൈനസ് വന്നു, ആ മൈനസ് ആണിത്. ഇതിന് ലോഗ് ടി ഈ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 എക്സ് മൈനസ് ഇതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ 1/2 എക്സ് മൈനസ് 1/2 ലോഗ് ടി പ്ലസ് സി. ഇനി ഈ ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും? ടിക്ക് പകരം കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എടുത്തത്. ടിക്ക് പകരം ഈ ടിക്ക് പകരം കോസ് എക്സ് മൈനസ് സൈൻ എക്സ് കൊടുക്കുക. ഹെൻസ് വി ഗെറ്റ് ദിസ് റിസൾട്ട്. അതാണ് ഇതുണ്ടോ? അപ്പൊ ഇതാണ് ഇത് ഒരു ടിപ്പിക്കൽ പ്രോബ്ലമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതൊരു ടിപ്പിക്കൽ പ്രോബ്ലമാണ്. ഇതിന്റെ 1 ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രലാണ്. അപ്പം നമ്മളത് ശ്രദ്ധിച്ചോളുക. അതിന്റെ ഇതിന്റെ ഇന്റഗ്രല് ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഇതാ എക്സാമ്പിൾ നമ്പർ 10 ഇതാണ്. ഫൈൻഡ് എക്സ് ക്യൂബ് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് റൈസ് ടു 4 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8 ഡി എക്സ്. അപ്പോൾ ഇതിനെ നമ്മൾ ടി ആയിട്ട് എടുത്തു. അപ്പൊ ടി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് റൈസ് ടു 4. അങ്ങനെയാണെങ്കിൽ ഡി ടി ഇതാ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x² ആണ്. അങ്ങനെയാണ് ടാൻ ഇൻവേഴ്സ് എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് ടാൻ ഇൻവേഴ്സ് ഇതിനകത്ത് എക്സ് റൈസ് ടു 4ന്റെ 1/x² ഇൻറ്റു എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് വരും. ദാറ്റ് ഈസ് 4x³ ഒന്നും കൂടെ പറയാം. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് x² ആണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് റൈസ് ടു 4ന്റെ ആണെങ്കിൽ ഇത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഈ എക്സ് റൈസ് ടു 4നെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് 4x³ ആണ്. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഡി ടി ഇത് ടി ആണെങ്കിൽ ഡി ടി ബൈ ഡി എക്സ് ഇക്വൽ ടു 1 ഡിവൈഡ് ബൈ ഇവിടെ എക്സ് ആണെങ്കിൽ x² ആണ്. ഇപ്പൊ ഇവിടെ എക്സ് റൈസ് ടു 4 ആണെങ്കിൽ എക്സ് റൈസ് ടു 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ എക്സ് റൈസ് ടു 8 1/1 പ്ലസ് എക്സ് റൈസ് ടു 4 സ്ക്വയർ. അപ്പം 1/1 പ്ലസ് എക്സ് റൈസ് ടു 8 ഇൻറ്റു പിന്നെ എക്സ് റൈസ് ടു 4ന്റെ ഡെറിവേറ്റീവ് ആണ് 4x³. അത് മറന്നു പോരുത്. എന്നിട്ട് അപ്പം ഇതിന്റെ അകത്ത് നമുക്ക് ഈ 4 ഇങ്ങോട്ട് വരും. അപ്പം x³ ഇതാ x³ dx ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 8 നമ്മൾ dt/4 എന്നായി. ഇതിന്റെ x³ ഇൻറ്റു dx ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് റൈസ് ടു 4നെ നമ്മൾ dt/4 എന്ന് എഴുതി. ഈ സൈൻ ഇതിനെ ടി ആയിട്ട് എടുത്തു. അപ്പം ഇതിനെ സൈൻ ടി എന്നും കിട്ടി. ഇന്റഗ്രൽ സൈൻ ടി dt/4. ഈ 1/4 പുറത്തോട്ട് വന്നു. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് കോസ് ടി പ്ലസ് സി. ഈ മൈനസ് പുറത്തേക്ക് വന്നു. മൈനസ് 1/4 കോസ് ടി ഈക്വൽ ടു ടിയുടെ വാല്യൂ എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ് റൈസ് ടു 4 പ്ലസ് സി.
അതാണ് ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4. അപ്പൊ അതിന്റെ നമുക്ക് കിട്ടി, അങ്ങനെ കിട്ടി. ഓക്കെ, ദെൻ ഇത് മാർച്ച് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മാർച്ച് 2000 ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്. ഈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് സി ഫൈൻഡ് എഫ് ഓഫ് എക്സ്. ഇവിടെ മോഡ് ടാൻ എക്സിന് എഴുതാനുള്ളതാണ്. ടാൻ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇത് ഉള്ളൂ, ലോഗരിതം ഉള്ളൂ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവും ഇന്റഗ്രലും. എഫ് ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എന്ന് എഴുതാം. ഡി ബൈ ഇത് ഡി ബൈ ഡി എക്സും. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഴുതുക. പിന്നെ ഇത് രണ്ടും കൂടെ ഇത് ഇൻവേഴ്സ് ആണ്. ഇതൊരു ഇന്റഗ്രലാണ്, ഇതൊരു ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഇന്റഗ്രലും ഡെറിവേറ്റീവ് ഇതിന്റെ ഇൻവേഴ്സ് കോസ്റ്റ് ആണ്, ആന്റി ഡെറിവേറ്റീവ് ആണ്. ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ആന്റി ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് 1 ആയി മാറും ടെക്നിക്കലി. അപ്പൊ എഫ് എക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ജി എക്സ് എന്ന് പറയുന്നത്, ജി എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ, ഇത് ജി എക്സ് ഡി എക്സ് എന്നാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടി പോവും. അപ്പൊ ഈ ജി എക്സ് ഇങ്ങനെ വരും. ഫോർ അനദർ എക്സാമ്പിൾ, എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എച്ച് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് വരിക. അപ്പം ഇതിനെ നമ്മൾ എഫ് എഫ് എക്സ് എന്നുള്ളത് ഇതിവിടെ നമുക്ക് കാണേണ്ട എഫ് ഓഫ് എക്സ് ആണ്. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നിട്ടുണ്ട്. ലോഗ് ടാൻ എക്സ് എന്നാണ്. ലോഗ് ടാൻ എക്സ് ആണ്. ലോഗ് ഇതാ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ലോഗ് ടാൻ എക്സ് പ്ലസ് സി. സി ആണ് അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഉള്ളതെന്നേ ഉള്ളൂ. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് ടാൻ എക്സ് പ്ലസ് സി, ഇതിന്റെ ഡെറിവേറ്റീവ്. സിയുടെ ഡെറിവേറ്റീവ് 0 ആയി പോയി. ലോഗ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ലോഗ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ലോഗ് എക്സിന്റെ 1 ബൈ എക്സ്, 1 ബൈ ടാൻ എക്സ്, ലോഗ് ടാൻ എക്സിന്റെ 1 ബൈ ടാൻ എക്സ്. അത് കഴിഞ്ഞ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്കൻ സ്ക്വയർ എക്സ്. ഇതാണ് 1 ബൈ ടാൻ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുന്നത് 1 ബൈ എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് ടാൻ എക്സ് ആണെങ്കിൽ 1 ബൈ ഈ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് എഴുതണം, ടാൻ എക്സ് ആണെങ്കിൽ 1 ബൈ ടാൻ എക്സ് എഴുതണം. അത് കഴിഞ്ഞ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എഴുതണം. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഈ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്കൻ സ്ക്വയർ എക്സ് ആണ്. ഇനി ഈ ടാൻ എക്സിനെ നമ്മൾ എന്ത് ചെയ്തു, 1 ബൈ ടാൻ എക്സ് എന്നുള്ളത് 1 ബൈ സൈൻ എക്സ് ബൈ കോസ് എക്സ്, അങ്ങനെ ദാറ്റ് ഈസ് ഇങ്ങനെ വന്നു. ഇവിടെ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് കേട്ടോ. ഇവിടെ ടാൻ എക്സിനെ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ്, ഇത് കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. സൈൻ എക്സ് ഒരു കോസ് എക്സ് ഇവിടെ 1 ബൈ ടാൻ എക്സ് എന്നുള്ളത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ഞാൻ എഴുതി മാറിപ്പോയതാണ്. അപ്പൊ ഈ ഒരു കോസ് എക്സും ഒരു കോസ് എക്സും കൂടെ പോയി. അപ്പൊ 1 ബൈ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അത് ഒന്നും കൂടെ കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഞാൻ ജസ്റ്റ്, നമുക്കിവിടെ തന്നിരിക്കുന്നത് ബോർഡിൽ നിന്ന് ചോയ്സ് ആയതുകൊണ്ടാണ്. തന്നിരിക്കുന്നത് ഇന്റഗ്രൽ എഫ് എക്സ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ലോഗ് ടാൻ എക്സ് പ്ലസ് സി. എഫ് എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ ആണ്. അപ്പൊ പിന്നെ എഫ് എക്സ് അങ്ങനെ എഴുതിയാൽ മതി. അപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് ആണ്. ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് ടാൻ എക്സ് പ്ലസ് സി ആണ്. ഇവിടെ നമ്മൾ ഈ മോഡുലസ് എടുത്തത് ഇവിടെ പോസിറ്റീവ് തന്നെയാണ്. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ്, സിയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയി പോകും. പിന്നെ ലോഗ് ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലോഗ് ടാൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്കൻ സ്ക്വയർ എക്സ് ആണ്. ഇനി ഈ ടാൻ എക്സിന് പകരം സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ്. ആ കോസ് എക്സ് അപ്പം മോളിൽ പോകും. കോസ് എക്സ് ഇൻറ്റു സീക്കൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1 ബൈ കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പം ഇവിടുത്തെ ഒരു കോസ് എക്സും ഒരു കോസ് സ്ക്വയർ പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ എക്സ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ തീരുകയാണ്. അടുത്തത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, താങ്ക് യു.